ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ മറ്റൊരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട്. അനുമോളെ വീണ്ടും ലാലേട്ടൻ എയറിലേക്ക് വിടുന്ന കാഴ്ചയാണ് കാണുന്നത്. ലാലേട്ടൻ സംസാരിക്കുമ്പോൾ അതിനൊപ്പം നിന്നുകൊണ്ട് അനുമോളെ വീട്ടിലെ മറ്റുള്ളവർ കൂടി ആക്രമിക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട്. സംഭവം എന്താണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ നടന്ന രാത്രിയിലെ ഒരു പ്രശ്നമാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നെടുത്തു നിന്ന് അനുമോളെ വിളിച്ചുകൊണ്ടു പോകുന്നു, ഭക്ഷണം ഉണ്ടാക്കിക്കുന്നു. ആ ഭക്ഷണം ഉണ്ടാക്കലിനോടുള്ള ബന്ധത്തിൽ ബെഡ്റൂമിൽ കുറെ ചർച്ചകൾ നടക്കുന്നു. ആദിലയും നൂറയും കൂടി നെവിനെ ഇളക്കി വിടുന്നു. നെവിൻ അടുക്കളയിലേക്ക് വരുന്നു. പ്രശ്നങ്ങൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അവസാനം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയ രണ്ടാൾക്കാർ, അവർ രണ്ടുപേരും അനുമോളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയ സംഭവമാണ്. ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അനുമോൾ 100% കുറ്റക്കാരിയാണെന്ന് വീട്ടുകാർ മുഴുവൻ വിധിക്കുന്നു. അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അതിനുശേഷം അതേ കാരണം ചൊല്ലി അനുമോളെ ജയിലിലടയ്ക്കുന്നു. ഇപ്പോൾ ആ തെറ്റിന്റെ പേരിൽ അനുമോളെ ലാലേട്ടൻ വിചാരണ നടത്തുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷനിലും ഈ വിഷയം തന്നെ പറഞ്ഞിട്ടായിരിക്കും നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഒരു തെറ്റ് ചെയ്യുന്നു, ആ തെറ്റിന് പല പ്രാവശ്യം ശിക്ഷ വിധിക്കുന്നു. സാധാരണ നമ്മുടെ കോടതിയിലൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിന് ഒറ്റ ശിക്ഷ മാത്രമാണുള്ളത്. ഒരാളിനെ കൊല്ലുന്നു, ആ കൊല്ലുന്നയാളിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ട് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും ആ തെറ്റിന്റെ പേരിൽ നിനക്കിനി കൊലക്കയറൂടുണ്ട് എന്ന് പറയാറില്ലല്ലോ. ഒരു കുറ്റത്തിന് ഒരു ശിക്ഷ മാത്രമാണുള്ളത്. അന്ന് രാത്രിയിൽ അതിശക്തമായ ആക്രമണം അവിടെ നടന്നു. രണ്ടാമത് ജയിലിലേക്ക് വിട്ടു. മൂന്നാമത് ഇപ്പോൾ ലാലേട്ടൻ ഇവിടെ വിചാരണ നടത്തുന്നു. അടുത്ത ദിവസം ഇനി നോമിനേഷനും ഉറപ്പായിട്ടും വരികയും ചെയ്യും. ഇതാണ് ബിഗ് ബോസിനകത്തെ നീതി. ഇവിടെ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് പറയാതിരിക്കുവാൻ കഴിയില്ല. അനുമോള് രാത്രിയിൽ അവർ വന്ന് വിളിച്ചപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകരുതായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ആ കഴിച്ച രണ്ടാൾക്കാരും കൂടി അനുമോളെ ക്രൂശിച്ചു എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം വെളിപ്പെട്ടു വരുന്നത്. ആര്യനൊക്കെ ഹ്യൂമാനിറ്റിയുടെ ആൾക്കാരാണ്, ഹ്യൂമാനിറ്റിയുടെ മൊത്ത കച്ചവടക്കാരനെന്ന് വേണമെങ്കിൽ അയാളെ പറയാം. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം നെവിനുമായി സംസാരിക്കുമ്പോൾ ആര്യൻ ഒരു വാക്ക് അയാളുടെ കയ്യിൽ അടിച്ചിട്ട് പറയുന്നുണ്ട്, നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വെച്ചാൽ മനഃപൂർവ്വം അനുമോളെ കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു ഈ പ്രശ്നങ്ങൾ ആ പാതിരാത്രിയിൽ അവിടെ ക്രിയേറ്റ് ചെയ്തത്. എത്ര മാനസികമായിട്ടുള്ള പീഡനം അവർ അനുഭവിച്ചു. അവരവിടെ കിടന്ന് നിലവിളിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. എന്നിട്ടോ അടുത്ത ദിവസം എല്ലാവരും കൂടി അതേ പേര് പറഞ്ഞ് അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നത് മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. എഡിറ്റ് ചെയ്താണ് പല കാര്യങ്ങളും പുറത്തുവിടുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയാവുന്നത് ബിഗ് ബോസിന് മാത്രമാണ്. ആ ബിഗ് ബോസിന് വ്യക്തമായിട്ട് അറിയാം അതിനകത്ത് അനുമോൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അനുമോളെ ലാലേട്ടൻ ക്രൂശിക്കുകയാണ്. ഓക്കെ, അവിടെ കടലമാവ് എടുത്തു എന്ന് പറയുന്നത് അത് തെറ്റാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് തെറ്റ് തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിന്റെ പിൻപിലുള്ള ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് ബിഗ് ബോസിനും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേരിലാണ് ക്രൂശിക്കുന്നത്. അതിന്റെ പേരിലാണ് നന്മ മരം എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. പാതിരാത്രിയിൽ അടുക്കളയ്ക്കകത്തൊരു നന്മ മരം പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ നെവിനിയുടെ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട്. ഇവിടുത്തെ എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്, എത്രയോ പാതിരാത്രികളിൽ ആ വീട്ടിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഈ നെവിൻ എന്ന് പറയുന്ന നന്മയൊട്ടുമില്ലാത്ത മരം അതിനകത്ത് കയറി മോഷണം നടത്തിയിരിക്കുന്നു. ആരും കാണാതെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിച്ചിരിക്കുന്നു. ഇതിനൊന്നും ഇതുപോലുള്ള ചോദ്യം ചെയ്യലുകൾ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നിട്ടില്ലല്ലോ. നെവിൻ എന്ന് പറയുന്ന കള്ളനെ വളരെ മനോഹരമായിട്ട് വാഴ്ത്തിപ്പാടുകയും അതിന് ഫണ്ണായിട്ട് മാത്രം കാണുകയും ചെയ്യുന്ന ലാലേട്ടൻ അനുമോള് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഇത്രയധികം ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടും എന്തിനാണ് അവരെ ഇങ്ങനെ കൂടെ കൂടെ എയറിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ആഴ്ചയിലും അനുമോൾക്കെതിരെ സംസാരിച്ചില്ലെങ്കിൽ ലാലേട്ടനും ബിഗ് ബോസിനും എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ്. ഈ പ്രൊമോയുടെ കീഴിൽ ഒത്തിരി കമന്റുകൾ ധാരാളം ആൾക്കാർ എഴുതുന്നുണ്ട്. അവരിൽ പലരും ആവശ്യപ്പെടുന്നു, നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയെ അതിനകത്തിട്ടുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിനെ എവിക്റ്റ് ചെയ്ത് പുറത്തുവിടും. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനകത്ത് നിർത്തിയിരിക്കുന്നത്? അങ്ങനെ കമന്റ് എഴുതുന്ന ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ളൊരു മറുപടി ഇതാണ്, ഇത് ബിഗ് ബോസിന്റെ ഗെയിമാണ്. അപ്പോൾ തന്നെ ബിഗ് ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗവും ബിസിനസ്സുമാണിത്. ഇവിടെ ഒരു വ്യക്തി നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു. ആ വ്യക്തിക്കെതിരായിട്ട് പുറത്ത് സൈബർ ആക്രമണം നടക്കുന്നു. അകത്ത് അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ആള് കത്തിച്ച് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. അവരുടെ കരിയറിനെ അതെങ്ങനെ ബാധിക്കുന്നുവെന്ന് ബിഗ് ബോസിന് നോക്കേണ്ട ആവശ്യമില്ല. അവരെത്രത്തോളം നെഗറ്റീവായി തീരുന്നു എന്ന് നോക്കണ്ട.
ആ ഒരു മത്സരാർത്ഥി മാനസികമായിട്ട് തകർന്നുടഞ്ഞു പോയാലും ബിഗ് ബോസിന് അതൊരു പ്രശ്നമേ അല്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടാണ്, ഈ ഒരു വിഷയം അറിഞ്ഞിട്ടൊക്കെയാണ് ഇതിനകത്തേക്ക് ആൾക്കാർ വരുന്നത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് ആർക്കും ബിഗ് ബോസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ബിഗ് ബോസ് അവരുടെ ബിസിനസ് വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു. ഇവിടെ അക്ബർ, നെവിൻ, ആര്യൻ കൂടെയുള്ള ആൾക്കാരൊക്കെ അനുമോളെ നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ലാലേട്ടന്റെ വക കൂടി ഒരു ആക്രമണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും അനുമോളെ ആക്രമിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രേരക ശക്തി ലാലേട്ടൻ വീണ്ടും അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ വീണ്ടും അനുമോൾ ആക്രമിക്കപ്പെടും. ഈ ആക്രമണം അനുമോളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതല്ല, ഇങ്ങനെ ആക്രമണം ഉണ്ടാകണം, ഉണ്ടായെങ്കിൽ മാത്രമേ കണ്ടന്റ് കിട്ടുകയുള്ളൂ. ആ കണ്ടന്റ് വിറ്റ് മാത്രമേ ബിഗ് ബോസിന് ഈ ഷോയിൽ നിന്നും പണം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അനുമോളെ ശാസിക്കുന്നതിന് പകരം അക്ബറിനെയും ആര്യനെയും വഴക്ക് പറയുകയും അവരുടെ ഫേക്ക് ഹ്യൂമാനിറ്റിയെ ചോദ്യം ചെയ്യുകയും നെവിനെ ശാസിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പതിയെ ഒന്ന് ഒതുങ്ങും. വരുന്ന ആഴ്ചകളിൽ കാര്യമായിട്ട് അനുമോൾക്കെതിരെ അവർ സംസാരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് നഷ്ടം? കമ്പനിക്കാണ് നഷ്ടം. അവരുദ്ദേശിക്കുന്ന പല കണ്ടന്റുകളും കിട്ടാതെ വരും. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അനുമോള് കടലമാവ് എടുത്തു, റൂൾ ലംഘിച്ചു. എല്ലാവർക്കും കഴിക്കേണ്ട ഭക്ഷണമായിരുന്നു. അനുമോള് പറയുന്നത് ഇവിടെ പലരും മുഖത്തിടാൻ വേണ്ടിയൊക്കെയാണ് കടലമാവ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഈ സീസൺ തുടങ്ങി ഇത്രയും നാളിനുള്ളിൽ 1-2 പ്രാവശ്യം മാത്രമാണ് എന്തോ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ കടലമാവ് എടുത്തത്. അതവിടെ അങ്ങനെ കിടക്കുകയാണ്. അതങ്ങനെ കിടന്നാൽ മതി. അതവസാനം പൂത്ത് അതിനകത്ത് പുഴു കയറി പുറത്തു കൊണ്ട് കളഞ്ഞാൽ അത് ഒരു അന്തസ്സുള്ള കാര്യമാണ്. പക്ഷേ അതെടുത്ത് ആർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അത് റൂൾ ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അനുമോൾ ആക്രമിക്കപ്പെട്ടേ പറ്റുള്ളൂ. ഇവിടെ റൂളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എല്ലാ ആൾക്കാരും റൂൾ അനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോകാവൂ. പക്ഷേ അനുമോൾ റൂൾ ലംഘിച്ചാൽ അത് പ്രശ്നമാണ്. നെവിൻ ലംഘിച്ചാലോ അക്ബർ ലംഘിച്ചാലോ ആര്യൻ ലംഘിച്ചാലോ അത് പലയാവർത്തി ലംഘിച്ചാലും അതൊക്കെ എന്താ മോനെ ഇങ്ങനെ, അങ്ങനെയൊക്കെ പാടുണ്ടോ മോനെ എന്ന് പറഞ്ഞവിടെ ഇരുത്തും. പക്ഷെ അനുമോൾ ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റൂൾ ബുക്ക് നിവർത്തി അങ്ങോട്ട് വെക്കും. അതിനുശേഷം ആക്രമണമാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു ചാട്ടയും കൊണ്ട് വരണം. എന്നിട്ട് കുനിച്ചു നിർത്തി ചന്തിക്ക് ഒരു 100 അടി വീതം അടിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അതും എൻജോയ് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ടാവും. അനുമോളുടെ ചന്തിക്ക് ഇപ്പോൾ പാട് വീഴുന്നത് കൊണ്ട് ബിഗ് ബോസിന് എന്താണ് ബുദ്ധിമുട്ട്? അതും ഒരു കണ്ടന്റാക്കി വിടാം, അതിൽ കൂടെയും പണമുണ്ടാക്കാം. ഇതാണ്. അല്ലാതെ ഇവിടെ ആരെങ്കിലും മാനസികമായിട്ട് തകരുന്നുണ്ടോ? നീതി, അനീതി, ഹ്യൂമാനിറ്റി ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല. ഇവിടെ മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഏതൊക്കെ വഴികൾ ഉണ്ടാവണം, അതിൽ കൂടി എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് കൊഴിപ്പിക്കണം, ഇത് മാത്രമാണ് ബിഗ് ബോസിന്റെ ലക്ഷ്യം. അങ്ങനെ സംഭവിക്കുമ്പോൾ പുറത്തൊരു കൂട്ടം ആൾക്കാർ ഇതിനെയൊക്കെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അവർ ഈ ഷോയുടെ റെപ്യൂട്ടേഷനെയും ക്രെഡിബിലിറ്റിയെയും ഒക്കെ ചോദ്യം ചെയ്യും. ഈ പറയുന്ന ലാലേട്ടൻ തന്നെ ഈ ഷോയുടെ റെപ്യൂട്ടേഷന്റെയും ക്രെഡിബിലിറ്റിയുടെയും ഒക്കെ കാര്യം ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ വായിൽ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഷോയുടെ ക്രെഡിബിലിറ്റിയും റെപ്യൂട്ടേഷനും ഒക്കെ നഷ്ടപ്പെടുന്നത് അവർക്കൊരു പ്രശ്നമേ അല്ല. അവരാഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകണം. കുറഞ്ഞപക്ഷം ഇതിന്റെ ഷോ ഡയറക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം. ലാലേട്ടൻ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ലാലേട്ടനോട് പിൻപിലിരുന്ന് ഉപദേശം കൊടുക്കുന്ന സമയത്ത്, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്നുള്ള കാര്യം കൂടി അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് അനുമോളുടെ പാന്റിനകത്തൊന്ന് നെവിൻ പാവകളെ വലിച്ചുരുക്കൊണ്ട് പോയപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, അല്ല ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഇതൊരു ഗെയിമല്ലേ, ഈ ഗെയിമിനെ ഗെയിമായി കാണണ്ടേ. അപ്പോൾ തന്നെ അക്ബറിന്റെ പാവയെ ആദില മോഷ്ടിച്ചപ്പോൾ അതൊരു ചതിയല്ലേ, അങ്ങനെയൊക്കെ ഗെയിം കളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, അതിന്റെ പിൻപിലുള്ള ഇരട്ടത്താപ്പ്, ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന പ്രേക്ഷകൻ ചോദ്യം ചെയ്യും എന്ന് അറ്റ്ലീസ്റ്റ് ഒരു ബോധമെങ്കിലും ബിഗ് ബോസിനുണ്ടാകണം. അപ്പോൾ ബിഗ് ബോസ് ഫെയർ ഗെയിം കളിക്കും. ഇവിടെ ബിഗ് ബോസ് തന്നെ അൺഫെയർ ആയിട്ടുള്ള ഗെയിം കളിച്ചിട്ടാണ് പല ആൾക്കാരോടും വന്നിട്ട് നിങ്ങൾ ഫെയർ ആയിട്ട് കളിക്കൂ എന്ന് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇതൊക്കെ സ്വയം അപഹാസ്യരാക്കുന്ന പരിപാടിയാണ്. മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമാനമാണ്. എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗിലാണ്.